ഹായ് ഗൈസ്, n ഈക്വൽ ടു എം ജി ഹൗ? അതാണ് നമ്മുടെ ചോദ്യചിഹ്നം അല്ലേ? കാരണം നമ്മുടെ പ്ലസ് വൺ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷനാണ്, വളരെ പ്രത്യേകിച്ച് നമ്മുടെ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷനാണ് n ഈക്വൽ ടു എം ജി എന്ന റിലേഷൻ അല്ലേ? അപ്പോൾ n ഈക്വൽ ടു എം ജി അതെങ്ങനെ വന്നു? ആരോ പറഞ്ഞു n ഈക്വൽ ടു എം ജി ആണ്, ആയിക്കോട്ടെ, എല്ലാ കേസിലും n ഈക്വൽ ടു എം ജി. അങ്ങനെയാണോ? അങ്ങനെയല്ല എന്നതാണ് സത്യം. അതറിയണമെങ്കിൽ പോയേക്കാം. സോ നമ്മൾ പറഞ്ഞ സ്ലൈഡിലേക്ക് നമ്മൾ എത്തുന്നു. സോ ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ സ്ലൈഡ്. അപ്പോൾ നോക്കാം. എടാ, ഞാൻ പറഞ്ഞില്ലേ എം അല്ലെങ്കിൽ എൻ എന്തുകൊണ്ട് എം ജി ആവുന്നതാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീ ഫോള് മാത്രമാണ്. സത്യമല്ലേ? ഫ്രീ ഫോള് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. സോ ഫ്രീ ഫോളിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം. ഫ്രീ ഫോളിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? -g ആയിരിക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? g ആയിരിക്കും. വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? -g ആണ്. ഇനി മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് മാസ് തന്നെ ആയിരിക്കും. ഇത്രയും കാര്യം ബേസിക്കലി അറിയുക. മനസ്സിലായോ? ഇത്രയും കാര്യം ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഇത്രയും സാധനങ്ങൾ തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല. സോ ഇത് ഈ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വന്നാൽ എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്നാ നോക്കി, ഈ എന്നും എം ജി എന്തുകൊണ്ട് ഈക്വലായി എന്നല്ല നമ്മൾ പറയാൻ വേണ്ടിയിരിക്കുന്നത്. സോ ശ്രദ്ധിച്ചോ, ഒരു ബോഡി ഞാൻ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ആകാശത്തൂന്ന് ഇങ്ങനെ താഴത്തോട്ട് ചാടി. ക്ലിയർ? ആകാശത്തുനിന്ന് താഴത്തോട്ട് ചാടി. അപ്പോൾ അങ്ങനെ ചാടി കഴിയുമ്പോഴേക്കും വെർട്ടിക്കലി ചാടുക. അങ്ങനെ വരുമ്പോഴേക്കും ഇനീഷ്യൽ വെലോസിറ്റി എന്താ? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. സത്യമല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി അതിനെക്കുറിച്ചൊന്നും തൽക്കാലം ഇപ്പോൾ ചിന്തിക്കേണ്ട. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതും അറിയില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, ഒരു പ്രശ്നമില്ല. ഇനി താഴത്തോട്ട് വീഴുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നാ ഫോഴ്സാണ്? എന്നൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാൻ സാധിക്കും, ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? ഗ്രാവിറ്റേഷൻ ആക്ട് ചെയ്യാം, ഫ്രിക്ഷൻ ആക്ട് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഫ്രിക്ഷനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് ദ ഓൺലി ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ടുവേർഡ്സ് ഫ്രീ ഫോൾ. സോ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്നാ? ഞാൻ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലുള്ള സാധനമല്ല, വെച്ചാൽ ഫോഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ എന്നാ? ഫോഴ്സിൻ്റെ F ഈസ് ഈക്വൽ ടു m ഇൻറ്റു a, അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചു, മാസ് m ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്നും പറഞ്ഞു. അപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg ആയില്ലേ? ഓക്കെ, ഇത്രയും പിടുത്തം കിട്ടിയില്ലേ? ഇത്രയും സാധനങ്ങൾ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇത് നമുക്കിപ്പോൾ നിലവിൽ ഒരു പ്രയോജനമില്ലാത്തൊരു സാധനമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഇനി ആവശ്യം വരുവാണെങ്കിൽ ഇത് പുറത്തെടുക്കാം. സോ ഇതും ഈ മൂലയിലിരിക്കട്ടെ, ഇതിൻ്റെ ആവശ്യമില്ല. വാ നോക്കാം. അപ്പോൾ ഫോഴ്സ് എം ജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എയറിൽ നിൽക്കുന്ന ഒരു സാധനത്തിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എം ജി ആണെന്ന് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ എം മാസുള്ള ഒബ്ജക്റ്റ് താഴത്തോട്ട് വീഴുന്നു വിത്ത് ആക്സിലറേഷൻ, വിത്ത് ഫോഴ്സ് എം ജി അല്ലേ? എം ജി എന്ന ഫോഴ്സിൽ അവൻ എന്നാ ചെയ്യുന്നു? താഴത്തോട്ട് വീഴാണ്. ശരിയല്ലേ? എം ജി എന്ന ഫോഴ്സിൽ അവൻ താഴത്തോട്ട് വീഴാണ്. ഇനി ഇതേ ഫിഗർ തന്നെ ഇപ്പോഴത്തേക്ക് ഇച്ചിരി താഴെ എത്തി. ഇത് കണ്ടോ? ഇച്ചിരി താഴെ എത്തി, ഒരു ശകലം കൂടി താഴെ എത്തി. എന്നാൽ അവരിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നാ? എം ജി മാത്രമേ ഉള്ളൂ അല്ലേ?
mg മാത്രമേ ഒരു ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. കാര്യം അവൻ എവിടെയും തട്ടുന്നില്ല, മുട്ടുന്നില്ല, ഫ്രിക്ഷൻ നെഗ്ലക്റ്റ് ചെയ്തു. സോ mg ഈസ് ദ ഓൺലി ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ടുവേർഡ്സ് ഫ്രീ ഫോൾ. ഓർത്ത് വെച്ചോ. ഇനിയുള്ള ഫിഗർ ഇച്ചിരി ഒരു ക്രൂഷ്യൽ ഫിഗറാണ്. അത് ഞാൻ താഴത്തേക്ക് മാറ്റുക കേട്ടോ. യവനാണ് അവൻ. ശ്രദ്ധിച്ചോ. mg ഇവൻ താഴെ വന്ന് തട്ടി കേട്ടോ. ഇവൻ എന്നെ ചെയ്തു, താഴെ വന്ന് തട്ടി കഴിയുമ്പോൾ ഏതായാലും mg അവൻ്റെ താഴത്തേക്ക് ഉണ്ടാവും. mg എന്ന ഫോഴ്സ് എന്നായാലും താഴത്തേക്ക് ഉണ്ടാവും. അതുണ്ടാവാതിരിക്കുകയില്ല. അതിപ്പോൾ ഏത് ബോഡി ആണെങ്കിലും mg എന്ന ഫോഴ്സ് എന്നെ ഉണ്ടാവും, താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. mg എന്നത് ഫോഴ്സാണ്, അതതിൻ്റെ വെയിറ്റാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സമമാണ്, രണ്ടും ഈക്വലാണ്. എന്നാൽ മാസ് ഈസ് നോട്ട് ഈക്വൽ ടു ഫോഴ്സ്. ഇത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല, എന്നാൽ ഓർത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വെയിറ്റും ഫോഴ്സും ഒരു സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ യൂണിറ്റ് ഒന്നാണ്. എക്സാക്ട്ലി ഡെഫിനേഷൻ ഒന്നല്ല, പക്ഷേ യൂണിറ്റ് ഒന്നാണ്. പക്ഷെ മാസ് എന്തല്ല, ഫോഴ്സ് അല്ല. മനസ്സിലായോ? അപ്പോൾ വെയിറ്റ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഫോഴ്സ് എന്നാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഡസൻ മൈൻഡ്. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു പോകാം. mg എന്ന ഫോഴ്സ് ഏതായാലും താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം പ്രകാരം എന്നാ, if there is an action there will be equal and opposite reaction. ശരിയല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ ഈ സാധനം ഞാൻ മേലോട്ട്, അതായത് ഇവൻ വന്ന് താഴത്തോട്ട് ഇടിക്കുക കണ്ടോ. മാസുള്ള ഒബ്ജക്റ്റ് നിലത്ത് താഴത്തോട്ട് വന്ന് ഇടിക്കുക. മനസ്സിലായോ? താഴത്തോട്ട് വന്ന് ഇടിക്കുമ്പോൾ മൂന്നാമത്തെ നിയമം പ്രകാരം തിരിച്ചൊരു ഫോഴ്സ് അതേ ഫോഴ്സിനെ തിരിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ അതേ ഫോഴ്സ് തന്നെ അവൻ തിരിച്ചു കൊടുത്തു. ലെറ്റ് us call as m. ഇതിനെ നമുക്ക് n എന്ന് വിളിക്കാം. നോർമൽ റിയാക്ഷൻ, അതായത് സർഫസിനെ പെർപെൻഡിക്കുലർ ആയിട്ട്, സർഫസിനെ നോർമലായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നോർമൽ റിയാക്ഷൻ എന്ന പേര് കൊടുക്കുന്നു. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അത്രയും ക്ലിയർ ആയോ? ഇനി നോക്കിയേ, n എന്ന ഫോഴ്സ് അവൻ താഴത്തോട്ട്, അല്ലെങ്കിൽ എക്സ് എന്നൊരു ഫോഴ്സ്, അറിയില്ലാത്തൊരു ഫോഴ്സ് അവൻ താഴത്തോട്ട് വന്നിരിക്കുന്നു. അത് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയതിനാൽ അത് നോർമലായിട്ടാണ് വന്ന് പതിക്കുന്നത് എന്നതിനാൽ അതിനെ നോർമൽ റിയാക്ഷൻ എന്ന പേരിട്ട് നമ്മൾ വിളിക്കുന്നു. അത്രയും മനസ്സിലായോ? അപ്പോൾ അതേ ഒരു ഫോഴ്സ് തിരിച്ചാക്ട് ചെയ്യുന്നു. മൂന്നാം ചലന നിയമം പ്രകാരം ഒരു ഫോഴ്സ് കൊടുത്താൽ തിരിച്ചൊരു ഫോഴ്സ് അതേ മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ, ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ തിരിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രീൻ അതേപോലത്തെ ഒരു ഫോഴ്സ് എനിക്ക് തിരിച്ചു തരും. മനസ്സിലായോ? അതേ ഫോഴ്സ് എനിക്ക് തിരിച്ചു തരും. അതാണ് മൂന്നാം ചലന നിയമം. അതിപ്പോൾ പറഞ്ഞ് ഞാൻ കൂടുതൽ കുളവാക്കുന്നില്ല. നമ്മുടെ ടോപ്പിക്ക് n എന്തുകൊണ്ട് mg ആയി എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, n എന്തുകൊണ്ട് mg ആയി. n എന്ന ഫോഴ്സ് കൊടുത്തു, അതേ n എന്ന ഫോഴ്സ് മുകളിലോട്ടും തിരിച്ചു കൊടുത്തു. ഡസൻ മൈൻഡ്. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരുവാ? എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? ഓക്കെ, എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്കൊന്ന് വരച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കി കൈയോടെ നമുക്ക് എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് അടുത്തൊരു പേജ് എടുത്ത് നമുക്ക് വരച്ച് നോക്കാം. യെസ്, ഫ്രീ ബോഡി ഡയഗ്രാം നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. അതെ, നമുക്ക് ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ്. ദെൻ ഇവനെ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, എം എന്നൊരു സാധനം. സോറി, മറ്റവനെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ, തറയാണല്ലോ അല്ലേ അവൻ. എം എന്ന സാധനം, എം എന്ന ഒബ്ജക്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം പ്ലസ് തറ എന്ന ഒബ്ജക്റ്റിൻ്റെ മറ്റൊരു ഫ്രീ ബോഡി ഡയഗ്രാം. എം എന്ന ഒബ്ജക്റ്റ് mg എന്ന ഫോഴ്സ് താഴത്തോട്ട് കൊടുക്കുന്നു അല്ലേ, എന്നിട്ട് ഇവനത് തറയിൽ വന്നിടിക്കുന്നു. അപ്പോൾ തറയിലേക്ക് എന്നായിരുന്നു, n എന്ന ഫോഴ്സ് അവൻ തറയിലോട്ട് കൊടുക്കുന്നു.
അപ്പോൾ തറ എന്നാ ചെയ്യുന്നു, തിരിച്ചൊരു ഫോഴ്സ് ആ ഒരു ഒബ്ജക്റ്റിലോട്ട് കൊടുക്കുന്നു. ആ എൻ മുകളിലോട്ടാണ് അല്ലേ. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. മനസ്സിലായോ? ഇനി എൻ എന്തുകൊണ്ട് എം ജി ആയി എന്ന് പറയാം. ശ്രദ്ധിച്ചു കണ്ടോ? ഇനി എൻ എന്തുകൊണ്ട് എം ജി ആയി എന്ന് നമുക്ക് നോക്കാം. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഒരുത്തൻ ഫ്രീ ഫോളിലാകുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണെന്ന് പറഞ്ഞു. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. അവിടെ എ ജി ആയതുകൊണ്ട് എം ജി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത്രയും ഓക്കെ. ഇനി അവനുള്ള ഫോഴ്സേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു ഫോഴ്സ് ഓങ്ക്രീം ഇപ്പോൾ ഫോഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഉള്ള ഫോഴ്സ് മാത്രമേ എന്നെ ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിയല്ലേ? ഉള്ള ഒരു ഫോഴ്സ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലാത്തൊരു ഫോഴ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. സോ അവനുള്ള ഫോഴ്സ് അവൻ എന്നെ ചെയ്തു, എൻ താഴത്തോട്ട് കൊടുത്തു. കണ്ടോ? അവനുള്ള ഫോഴ്സ് എം ജി ആയിരുന്നു. അവന് ഉള്ള ഫോഴ്സ് എം ജി ആയിരുന്നു. അത് നോർമൽ റിയാക്ഷൻ ആയിട്ട് തറയിലോട്ട് കൊടുത്തു. കണ്ടോ? അവനുണ്ടായിരുന്ന ഫോഴ്സ് എം ജി ആയിരുന്നു. ആ എം ജി ആണ് ഞാനിത് തറയിലോട്ട് എൻ ആയിട്ട് കൊടുത്തത്. ആ എൻ തന്നെയാണ് തിരിച്ച് മുകളിലോട്ട് തന്നത്. മനസ്സിലായോ? അവൻ തറയിലോട്ട് കൊടുത്ത അവൻ ഉണ്ടായിരുന്ന ഫോഴ്സ് ആയിരുന്നു. അവൻ ഉണ്ടായിരുന്ന ഫോഴ്സ് എം ജി ആയിരുന്നു. ആ എം ജിയെ എൻ ആക്കി, അതായത് എം ജിയെ നോർമൽ ആയിക്കൊണ്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, സർഫസ് ആണെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആയി നിന്നുകൊണ്ട് ഫോഴ്സ് താഴത്തോട്ട് കൊടുത്തു. അപ്പോൾ എൻ ഈക്വൽ ടു എം ജി ആയി. അതേ ഫോഴ്സ് തന്നെ അവൻ മുകളിലോട്ട് കൊടുത്തു. ബിക്കോസ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പ്രകാരം ഒരു ഫോഴ്സ് കൊടുത്താൽ അതേ ഫോഴ്സ് തന്നെ തിരിച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ എൻ എങ്ങനെ എം ജി ആയതെന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ? എൻ എന്തുകൊണ്ടാണ് എം ജി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ന കാര്യം ക്ലിയർ ആയില്ലേ? ഇനി ഒക്കെ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ക്ലിയർ ആയില്ലേ? ഇപ്പം എൻ എന്തുകൊണ്ടാണ് എം ജി ആയത്? ഇനി ക്യാൻസൽ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. അത് മനസ്സിലായി കാണണം, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ സാധനം ക്യാൻസലായി പോയത് എന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു എൻ ഇവിടെ കൊടുക്കുന്നു, എൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ആക്ഷൻ റിയാക്ഷൻ പെയറായിട്ട് ക്യാൻസൽ ചെയ്ത് പോവില്ല. ആക്ഷൻ ഇതാണ്, റിയാക്ഷൻ ഇതാണ്, രണ്ടും രണ്ട് ബോഡിയിലാണ്. സോ അത് ക്യാൻസൽ ചെയ്ത് പോവില്ല. അത് അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ അതിനകത്തേക്ക് തല പോയിക്കാൻ നിൽക്കണ്ട, അതവിടെ വിട്ടുകള മായിച്ചോളാം, എല്ലാം മായിച്ചോളാം. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ മാത്രം എടുക്കാം. എൻ എന്തുകൊണ്ട് എം ജി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നു എന്നതാണ് ഇനി അടുത്ത ടോപ്പിക്ക്. ഇതേ ഈ ഒരു ഫിഗർ മാത്രം എടുത്തേ. ഇതിനകത്ത് കണ്ടോ, എം ജി അവൻ ഉണ്ടായിരുന്ന എം ജി അവൻ എൻ എന്ന പേരിൽ താഴത്തോട്ട് കൊടുത്തത് അല്ലേ? അപ്പം അങ്ങനെ എൻ ഈക്വൽ ടു എം ജി ആയി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അവനെ കൊടുത്ത എം ജി തന്നെയല്ലേ മുകളിലോട്ട് എന്നായിട്ട് തിരിച്ചു കൊടുക്കുക അല്ലേ? തറ ഈ ഒരു എം മാസമുള്ള ബ്ലോക്കിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് ആ എം ജി തന്നെയല്ലേ തിരിച്ചു കൊടുക്കുന്നത്? ആ തറയ്ക്കുള്ള ഫോഴ്സ് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. തറയ്ക്കിപ്പോൾ ഉള്ള ഫോഴ്സ് എന്നാ എം ജി ആണ്. ആ എം ജി അവന് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഈ എന്നും എന്തായി? എം ജി ആയി. സോ എം ജി മൈനസ് എം ജി സമം 0 എന്ന് വന്നു. അതങ്ങനെയാണ് ഈ സാധനം ക്യാൻസലായി പോയത്. മനസ്സിലായോ? ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ദിസ്. സോ മൈ ഡിയർ ഗൈസ്, മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻസ്റ്റഗ്രാം. ഞാൻ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റ് ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും.